ഒരു വിഷ്വലൈസ് ചെയ്യുക. നമ്മളുടെ മനസ്സിൽ സ്കാറ്റേർഡ് ആയിട്ട് കിടന്ന കുറേ ഐഡിയാസിനെ വിഷ്വലൈസ് ചെയ്ത് അതിൻ്റെ കണക്ഷൻ കണ്ടുപിടിക്കുക. അപ്പം നമുക്കതിനെ കുറച്ചും കൂടെ ഓർഗനൈസ് ആയിട്ട് ഒരു എസ്സേ എഴുതാൻ പറ്റും. ഒരു എസ്സേ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഐഡിയാസ് വന്ന് നിറയുകയും അത് നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ടോ? IELTS റൈറ്റിങ്ങിൽ മിക്കവാറും പേർക്കും ഉണ്ടാവാറുള്ളൊരു സിറ്റുവേഷനാണിത്. അതായത് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു 100,000 ഐഡിയാസ് വരും. ഓക്കെ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഐഡിയാസ് വരും. പക്ഷെ ആ ഐഡിയാസിന് ഓർഗനൈസ് ചെയ്തിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു എസ്സേ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അതായത് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് നമ്മുടെ മനസ്സിലുള്ള ഐഡിയാസിനെ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. ഇതിപ്പോൾ സ്പീക്കിങ്ങിലാണെങ്കിലും നമുക്കൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയണം എന്നറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൺസെപ്റ്റ് മാപ്പിംഗ്. കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ആളുകൾ യൂസ് ചെയ്യാറുള്ള ഒരു ടെക്നീക്കാണ്. അതിന് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. കോൺസെപ്റ്റ് മാപ്പിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പെർട്ടിക്കുലർ മെത്തേഡ് തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു സിംപ്ലർ വേർഷനാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു റൈറ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ സ്പീക്കിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് എങ്ങനെ എളുപ്പത്തിൽ ടാക്കിൾ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ കോൺസെപ്റ്റ് മാപ്പിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് IELTS റൈറ്റിംഗ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് IELTS റൈറ്റിംഗ് ടാസ്ക് 2 ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അഫക്ട്സ് യങ്സ്റ്റേഴ്സ് നെഗറ്റീവ്ലി. ഡു യു എഗ്രി? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ IELTS റൈറ്റിംഗ് ടാസ്ക് 2 കണ്ടിട്ടുണ്ടാവും അല്ലേ? സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസ് യങ്സ്റ്റേഴ്സിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ അതിനെ എഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണിത്. സോ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ ഫ്രെയിം ചെയ്യാം. ഓക്കെ, നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ, എഗ്രി ചെയ്യുന്നില്ലേ? ഞാനിവിടെ എന്തായാലും ഇതിനോട് എഗ്രി ചെയ്യുന്നു. ബിക്കോസ് എനിക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിൽ വന്നത് കുറേ നെഗറ്റീവ്സ് ആണ്. പോസിറ്റീവ്സ് ഒന്നും തൽക്കാലം എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. അപ്പം നമ്മൾക്ക് ഏറ്റവും പെട്ടെന്ന് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒപ്പീനിയൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന നെഗറ്റീവ്സ് ആയതുകൊണ്ട് ഐ എഗ്രി ടു ദിസ്. അപ്പം ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? പോയിന്റ്സ് അല്ലേ? സോ പോയിന്റ്സ് എഴുതേണ്ടി വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. നമ്മുടെ മനസ്സിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, പക്ഷെ അതൊരു പാരഗ്രാഫ് ആയിട്ടോ എസ്സേ ആയിട്ടോ കൺവേർട്ട് ചെയ്യുമ്പം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? അപ്പം നമ്മളുടെ മനസ്സിലേക്ക് ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടാവാം അല്ലേ? ഇപ്പോൾ ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ അഡിക്ഷൻ എന്നൊരു വാക്ക് വരും. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നമുക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് വേർഡ്സ് വരാം. അത് കൂടാതെ എൻ്റെ മനസ്സിലേക്ക് വന്ന മറ്റൊരു പോയിന്റാണ് ഐ സ്ട്രെയിൻ. സോഷ്യൽ മീഡിയ ഒരുപാട് നേരം ഉപയോഗിക്കുന്ന ഒരാൾക്ക് വരാൻ സാധ്യതയുള്ളൊരു പ്രശ്നമാണ് ഐ സ്ട്രെയിൻ അല്ലെങ്കിൽ ഐ പെയിൻ എന്നൊക്കെ നമുക്ക് പറയാം. അതല്ലാതെ ഓൺലൈനായിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഇഷ്യൂസാണ് സേഫ്റ്റി, അതുപോലെ പ്രൈവസി. അതുപോലെ സോഷ്യൽ മീഡിയ യങ്സ്റ്റേഴ്സ് ഒരുപാട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു കരിയറും അതുപോലെ സ്റ്റഡീസും ഒക്കെ അഫക്റ്റ് ആവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പം അത്തരം പോയിന്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വരും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് വന്ന് നിറയുന്ന സമയത്ത് നമുക്കൊരു പാരഗ്രാഫായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി IELTS റൈറ്റിംഗ് ടാസ്ക് 2 പോയിന്റ്സ് വെറുതെ എഴുതിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സ്കോർ കിട്ടില്ല. ഇപ്പോൾ പോയിന്റ്സ് എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കുന്ന ഒരു എക്സാം അല്ല IELTS റൈറ്റിംഗ് എന്നോർക്കുക. പോയിന്റ്സ് എങ്ങനെ വൃത്തിയായി ഓർഗനൈസ് ചെയ്ത് ഒരു പാരഗ്രാഫാക്കി മാറ്റുന്നു എന്നതിലാണ് കാര്യം. അതായത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ആണ് IELTS നോക്കുന്നത്, അല്ലാതെ പോയിന്റ്സിന്റെ ക്വാളിറ്റി അല്ല. സോ പോയിന്റ്സ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, പക്ഷെ അത് എഴുതുമ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ലോജിക്കൽ കണക്ഷനിൽ എഴുതുക എന്നുള്ളതിലാണ് നിങ്ങളുടെ സ്കോറിംഗ് ഇരിക്കുന്നത്. സോ ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ആവറേജ് ആയിട്ട് നമുക്കൊരു പാരഗ്രാഫ് എഴുതി നോക്കിയാലോ? അത് ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് നമ്മളുടെ മനസ്സിൽ വന്ന അഡിക്ഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഐ സ്ട്രെയിൻ, ഈ പോയിന്റ്സ് എല്ലാം നമ്മളൊരു പാരഗ്രാഫ് ആക്കി മാറ്റിയാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ദാറ്റ് ഈസ് ദി ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അഫക്ട്സ് യങ്സ്റ്റേഴ്സ് നെഗറ്റീവ്ലി. മോസ്റ്റ് ഓഫ് ദി യങ്സ്റ്റേഴ്സ് ആർ അഡിക്റ്റഡ്. നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള അഡിക്ഷൻ നമ്മൾ എഴുതി. ടു ദീസ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം സഫർ ഫ്രം ഡിപ്രഷൻ ആൻഡ് social anxiety. Moreover,
excessive usage of mobile phones can cause eye strain. In addition, their privacy and safety might be in danger. സോ നമ്മൾ എഴുതിയ മിക്കവാറും പോയിന്റ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ വാലിഡ് പോയിന്റ്സ് ഉണ്ട് അല്ലെ. ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അത്യാവശ്യം കീവേഡ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സും വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പാരഗ്രാഫാണ് നിങ്ങൾ IELTS റൈറ്റിംഗ് എസ്സേസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6.5 മുകളിലേക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പോയിന്റ്സ് എഴുതുക എന്നുള്ളതിലുപരി റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതായത് ഈ പോയിന്റ്സിനെ ഒന്ന് പെർഫെക്റ്റ് ആയി ഓർഗനൈസ് ചെയ്യുക എന്നുള്ള ഫാക്ടർ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ആ പോയിന്റ്സ് ഒന്ന് നോക്കാം. സോ നമ്മളുടെ മനസ്സിൽ വന്ന പോയിന്റ്സ് ആണിത്. ഇതിനെ എങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാമെന്ന് നോക്കിയാലോ. ദാറ്റ് ഇസ് കോൺസെപ്റ്റ് മാപ്പിംഗ്. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ മനസ്സിൽ വരുന്ന ഐഡിയാസ് തമ്മിലുള്ള കണക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിലൂടെ ആ ഐഡിയാസിനെ നമ്മൾ മെന്റലി ഓർഗനൈസ് ചെയ്യുന്നു. അതായത് നമ്മളുടെ മനസ്സിൽ വരുന്ന ഐഡിയാസിനെ നമ്മൾ ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഇസ് നമ്മളുടെ മനസ്സിലേ ഉള്ളൂ ഐഡിയാസ് അല്ലേ. അപ്പൊ തന്നെ ഒരു കൺഫ്യൂഷൻ ആണ്. അത് നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ വിഷ്വലി നമ്മൾ അതിനെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ അതിനൊരു ക്ലാരിറ്റി വരും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഐഡിയാസിനെ ഇങ്ങനെ എഴുതി നോക്കാം. സോ ഇത് സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു പിക്ചർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സും കാണാൻ പറ്റും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോയിന്റ്സ് തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടേക്ക് നോക്കുമ്പോൾ അഡിക്ഷൻ, ഡിപ്രഷൻ, ഐ സ്ട്രെയിൻ എന്നൊക്കെ പറയുന്നത് തമ്മിൽ വലിയൊരു കണക്ഷൻ കിട്ടുന്നില്ല. അപ്പൊ കണക്ഷൻ ഉള്ള വാക്കുകൾ നോക്കിയാലോ. ഇപ്പൊ ഇവിടെ എനിക്ക് കണക്ഷൻ തോന്നുന്നത് ഡിപ്രഷനും സോഷ്യൽ ആങ്സൈറ്റിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. എന്താണ്? രണ്ടും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസ് കൊണ്ട് ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ് ഡിപ്രഷനും സോഷ്യൽ ആങ്സൈറ്റിയും. അപ്പൊ ഇത് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ കണക്ഷൻ ഉള്ളത് ഏതൊക്കെ വേർഡ്സ് തമ്മിലായിരിക്കും? പ്രൈവസി, സേഫ്റ്റി. ഈ രണ്ട് വേർഡ്സ് തമ്മിൽ ഏകദേശം ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ ഐ സ്ട്രെയിനും അഡിക്ഷനും തമ്മിലും ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാം. അഫക്ട് സ്റ്റഡീസ് ആൻഡ് അഫക്ട്സ് കരിയർ, ഇത് തമ്മിലും ഒരു റിലേഷൻ ഉണ്ട്. ഏകദേശം ഒരേപോലത്തെ പോയിന്റ്സ് ആണ്. സോ ഈ കണക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ കണക്ഷൻ എന്താണ്. നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്രഷൻ ആൻഡ് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് എന്താണ്? സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ്. ഓവർ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ കാരണം ഉണ്ടാവുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ്. ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഇഷ്യൂ ആണ് അല്ലെ. സൈക്കോളജിക്കലും മെന്റലും ഒന്നുമല്ല. ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലെ. ഐ സ്ട്രെയിൻ കൂടാതെ നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ എഴുതാം. അപ്പൊ കണക്ഷൻ കണ്ടുപിടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സിലേക്കും അത് കൊണ്ടുവരാം. ഇപ്പൊ ഐ സ്ട്രെയിൻ പോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ് ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഹെഡ് ഏക്ക് ഒക്കെ നമുക്ക് എഴുതാം, ഫിസിക്കൽ ഇഷ്യൂസ്. പിന്നെ സേഫ്റ്റി ആൻഡ് പ്രൈവസി സൈക്കോളജിക്കലും അല്ല ഫിസിക്കലും അല്ല. പിന്നെ മറ്റ് ചില പ്രോബ്ലംസ് ആണ് അല്ലെ, മറ്റ് കൺസേൺസ്. അതിനെ നമുക്ക് അതർ പൊട്ടൻഷ്യൽ കൺസേൺസ് എന്നോ അതർ പോസിബിൾ കൺസേൺസ് എന്നോ ഒക്കെ വിളിക്കാം. അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ അതാണ്. ഇനി സ്റ്റഡീസ് ആൻഡ് കരിയർ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ല, ഈ പ്രോബ്ലം ഒക്കെ കൊണ്ട് ഉണ്ടാവുന്ന ഒരു റിസൾട്ടായിട്ട് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ഫൈനൽ റിസൾട്ട് ആണ്. അപ്പൊ ഈ ഒരു കണക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് കോൺസെപ്റ്റ് മാപ്പിംഗ്. വെരി സിമ്പിൾ അല്ലെ. അപ്പൊ നമുക്ക് ഈ കണക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജസ് ആ കണക്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ഇതിനെ ഒന്ന് വിഷ്വലി റെപ്രസെന്റ് ചെയ്യുക. അതായത് നെഗറ്റീവ് ഇഫക്ട്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് യുവർ സെൻട്രൽ ഐഡിയ. ഓക്കെ, സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസ് കൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ് ഇഫക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. അതിന്റെ മെയിൻ നെഗറ്റീവ് ആണ് അഡിക്ഷൻ അല്ലെ. അഡിക്ഷൻ നമ്മൾ പറഞ്ഞു. ആൻഡ് അഡിക്ഷൻ കൊണ്ടുണ്ടാവുന്ന 3 തരം കൺസേൺസ് ആണ് നമ്മളുടെ മനസ്സിലുണ്ടായ ഐഡിയാസ്. അതിന്റെ കണക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഒന്ന് ഫിസിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, സൈക്കോളജിക്കൽ ഇഷ്യൂസിനെ പറ്റി നമ്മൾ പറഞ്ഞു, അതർ കൺസേൺസ്. ഈ 3 പ്രോബ്ലംസ് ആണ് അഡിക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നത്. ഫിസിക്കൽ ഇഷ്യൂസ് ആയിട്ടുള്ള ഐ സ്ട്രെയിൻ, ഹെഡ് ഏക്ക്, ബാക്ക് പെയിൻ, ഇത് 3ഉം നമ്മൾ എഴുതിയിട്ടുണ്ട്. സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി, അതർ കൺസേൺസിൽ സേഫ്റ്റി ആൻഡ് പ്രൈവസി, ഇത്രയും നമുക്ക് പറയാം. ഇനി ഇതെല്ലാം കൊണ്ടുണ്ടാവുന്ന ഫൈനൽ റിസൾട്ട് ആണ്
ഇറ്റ് അഫക്ട്സ് ദെയർ കരിയർ ആൻഡ് സ്റ്റഡീസ്. ഇങ്ങനെ റിലേഷൻ കണ്ടുപിടിക്കാം. നമ്മളുടെ മനസ്സിലുള്ള പോയിന്റ്സ് ഒക്കെ തന്നെ ആയിരുന്നു ഇത്, പക്ഷെ നമ്മൾ അതിനെ കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്ത് അവ തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് കോൺസെപ്റ്റ് മാപ്പിംഗ്. അതായത് ഒരു മാപ്പ് പോലെ ഒരു വിഷ്വലൈസ് ചെയ്യുക. നമ്മളുടെ മനസ്സിൽ സ്കാറ്റേർഡ് ആയിട്ട് കിടന്ന കുറെ ഐഡിയാസിനെ വിഷ്വലൈസ് ചെയ്ത് അതിന്റെ കണക്ഷൻ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കതിനെ കുറച്ചും കൂടെ ഓർഗനൈസ് ആയിട്ട് ഒരു എസ്സേ എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു പാരഗ്രാഫ് എഴുതി നോക്കിയാലോ? അത് ഏകദേശം ഇങ്ങനെയിരിക്കും. ഒന്ന് വായിച്ചു നോക്കാം. The excessive use of social media among young people is a pressing concern globally. In today's world, many youngsters are addicted. നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്, നമ്മുടെ മനസ്സിൽ ആദ്യം വന്ന ഒരു പോയിന്റ് ആണ് അഡിക്ഷൻ ടു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ലീഡിങ് ടു ഫിസിക്കൽ ഇഷ്യൂസ്. നമ്മൾ ആദ്യം കാറ്റഗറൈസ് ചെയ്ത ഫിസിക്കൽ ഇഷ്യൂസ് എന്നുള്ള ടേം അവിടെ വന്നു. നമ്മൾ നേരത്തെ ഹെഡ് ഏക്ക്, ഐ സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഫിസിക്കൽ ഇഷ്യൂസ് എന്നുള്ള ഒരു കാറ്റഗറി വന്നു അല്ലെ. ഫിസിക്കൽ ഇഷ്യൂസ് ലൈക്ക് ഐ പ്രോബ്ലംസ്, ഹെഡ് ഏക്ക് ആൻഡ് ബാക്ക് പെയിൻ ഡ്യൂ ടു പ്രൊലോങ്ഡ് സിറ്റിംഗ്. Moreover, early exposure to social media can contribute to സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. അടുത്ത കാറ്റഗറിയാണ്, അടുത്ത കണക്ഷൻ ആണ് നമ്മളുടെ. സച്ച് ആസ് ഡിപ്രഷൻ ആൻഡ് സോഷ്യൽ ആങ്സൈറ്റി. ഓൺലൈൻ സേഫ്റ്റി ആൻഡ് പ്രൈവസി, അത് രണ്ടും വന്നിട്ടുണ്ട്. ഓൾസോ പൊട്ടൻഷ്യൽ സിഗ്നിഫിക്കൻറ്റ് ത്രെറ്റ്സ്. കോൺസിക്വന്റ്ലി ഫൈനൽ റിസൾട്ട് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു, എക്സസീവ് സോഷ്യൽ മീഡിയ യൂസ് കെൻ നെഗറ്റീവ്ലി ഇമ്പാക്ട് യങ് പീപ്പിൾസ് അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ പെർഫോമൻസ്, അഫക്ട്സ് ദെയർ സ്റ്റഡീസ് ആൻഡ് കരിയർ എന്നുള്ള പോയിന്റ് തന്നെയാണ്. അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. ഇത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. സോ നിങ്ങൾ ഈ പാരഗ്രാഫിലേക്ക് നോക്കുമ്പോൾ മുമ്പേ നമ്മൾ കണ്ട പാരഗ്രാഫിലെ അതേ പോയിന്റ്സ് നിങ്ങൾക്ക് ഇവിടെയും കാണാം. പക്ഷേ ദി ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് നമ്മൾ അതിനെ കുറച്ചും കൂടെ ഓർഗനൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് കോൺസെപ്റ്റ് മാപ്പിംഗ്. നിങ്ങൾ കോൺസെപ്റ്റ് മാപ്പിംഗ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും ഇങ്ങനെ ഒരു എസ്സേ എഴുതാം. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു പാരഗ്രാഫിന് 6.5 മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത്. പക്ഷെ ഈ ഒരു പാരഗ്രാഫ് പോലെയുള്ള പാരഗ്രാഫ്സ് ആണ് നിങ്ങൾ IELTS റേറ്റിംഗ് എസ്സേയിൽ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 7+ ബാൻഡ് സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ ഇതുപോലെയുള്ള ടെക്നീക്സ് ആണ് കൊഹറന്റ് ആയിട്ടും കൊഹസീവ് ആയിട്ടും നമുക്ക് IELTS റൈറ്റിംഗ് എസ്സേസ് എഴുതാൻ സഹായിക്കുന്നത്. കൊഹറൻസ് ആൻഡ് കൊഹിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ IELTS റൈറ്റിംഗ്, അത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പൊ ഇതുപോലെയുള്ള ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും എളുപ്പത്തിൽ ഒരു IELTS റൈറ്റിംഗ് എസ്സേ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പക്ഷെ നമ്മൾ അതിനെ കുറച്ചുകൂടെ സിമ്പിൾ ആക്കി എന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ മനസ്സിൽ കൂടിക്കിടക്കുന്ന കുറേ ഐഡിയാസിനെ ഓർഗനൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് ഒരു പിക്ചർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി ഒരു എസ്സേ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് കോൺസെപ്റ്റ് മാപ്പിംഗ്. സോ ഓവർ തിങ്കിങ് കാരണം ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് മാപ്പിംഗ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ഐഡിയാസിന് ഒരു കണക്ഷൻ കൊടുക്കുക ആൻഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള എസ്സേസ് എഴുതാം. IELTS റൈറ്റിംഗിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും. സോ IELTS റൈറ്റിംഗിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മറ്റ് ടെക്നിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. See you then.